How to settle your cases. ഇന്നത്തെ കാലത്ത് ടൈം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കോടതിയിൽ വന്നു കഴിഞ്ഞാൽ, ഏതൊരു കക്ഷിയെ സംബന്ധിച്ചാണെങ്കിലും അത് എത്ര പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാവും, എത്ര പെട്ടെന്ന് അതിനൊരു വിധി ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് അതിനൊരു സെറ്റിൽമെന്റ് ഉണ്ടാവും എന്നതാണ് ഒരുവിധം ഏതൊരു കക്ഷികൾക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ. നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ട്, സാർ കേസ് എന്താ തീരാത്തത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനഃപൂർവ്വം ഒരുവിധം ആരും തന്നെ ഒരു കേസ് നീട്ടേണ്ട കാര്യമില്ല. ഒരു കേസ് ഒരു കോടതി മുമ്പാകെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ ദ പ്രോപ്പർ പ്രൊസീജിയേഴ്സ്. ചിലപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് നോട്ടീസ് കിട്ടേണ്ടി വരും, അതിന് സമയം എടുത്തുനിന്ന് വരും, പല പ്രാവശ്യം ബത്തടക്കേണ്ടി വരും, പ്രോസസ് ഇഷ്യൂ വേണ്ടി വരും, അങ്ങനെ പല പോസ്റ്റിങ്ങുകൾ പോകേണ്ടി വരും. ചില കേസുകളിൽ ഓപ്പോസിറ്റ് ക്ലയൻസ് മനഃപൂർവ്വം കുറച്ച് ഡിലേ ചെയ്യാൻ വേണ്ടി നീട്ടിവലിക്കുകയും നോട്ടീസ് സ്വീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളില്ല എന്നുള്ളതല്ല. നോർമൽ കേസിൽ ഒരു കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ നടപടിക്രമങ്ങൾ കൂടെ പോയി മാത്രമേ അതൊരു ഫൈനാലിറ്റിയിലേക്ക്, ഒരു എവിഡൻസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം ആർഗ്യുമെന്റിലേക്ക് എത്തി ഒരു വിധിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതല്ല, അങ്ങനെ അല്ലാത്ത പക്ഷം കേസ് ഒരു സെറ്റിൽമെന്റിലേക്ക് വരും. കേസ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന സമയത്ത് കോംപ്രമൈസ് പെറ്റീഷൻ വഴിയാവാം, മീഡിയേഷൻ വഴിയാവാം, പല രീതിയിലുള്ള സംവിധാനങ്ങൾ കോടതി മുഖേനയുള്ള ഒരു സെറ്റിൽമെന്റിന് ഇന്ന് നിലവിലുണ്ട്. അതിന് നമ്മളോ നമ്മുടെ അഭിഭാഷകനോ മാത്രം ചിന്തിച്ചാൽ പോരാ, ഓപ്പോസിറ്റ് കക്ഷി കൂടി അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് കക്ഷിക്ക് കൂടി, നമ്മുടെ എതിർ കക്ഷിക്ക് കൂടി ഇങ്ങനെ ഒരു ആവശ്യം തോന്നണം, അല്ലെങ്കിൽ ഒരു ആവശ്യം വരണം. അതിന് പല ഘടകങ്ങളുണ്ട്. അവർക്കും തന്നെ നേരത്തെ കേസ് തീരണം എന്ന് തോന്നും. അതല്ല എങ്കിൽ ഈ കേസ് കണ്ടസ്റ്റ് ചെയ്ത് പോയാൽ, ചലഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് നഷ്ടം വരുന്ന രീതിയിൽ ഒരു വിധി വരാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നൽ വരാം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യുന്ന കേസ് നല്ല വൃത്തിയായി, വളരെ പ്രൊഫഷണലായി, നമുക്ക് ഒരു അനുകൂലമായ ഒരു വിധി വരാൻ സാധ്യതയുള്ള രീതിയിൽ വൃത്തിയായി ഫയൽ ചെയ്തൊരു കേസായിരിക്കണം. അയ്യോ സെറ്റിലാവുമല്ലോ എന്നുള്ള ഒരു ധാരണയിൽ എങ്ങനെയെങ്കിലും ഫയൽ ചെയ്യുന്ന ഒരു കേസ് ഓപ്പോസിറ്റ് എതിർ കക്ഷിക്ക് ഒരു ഭയം ഇല്ല, ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഗെറ്റ് ഓവർ ചെയ്യാം, അത് രക്ഷപ്പെടാം, വിൻ ചെയ്യാം എന്നൊരു ധാരണയിൽ തോന്നുന്ന അവസ്ഥയിലുള്ള ഒരു കേസാണെങ്കിൽ അവർക്കത് ആ ഒരു അടിസ്ഥാനത്തിൽ സെറ്റിൽ ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. സോ ഇപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായ രീതിയിലാണ് ഫയൽ ചെയ്യുന്നത്, പ്രൊഫഷണലായി കൃത്യമായി നല്ല ഡ്രാഫ്റ്റിങ്ങോട് കൂടിയാണ് ഫയൽ ചെയ്യുന്നത്, തെറ്റുകളും കുറവുകളൊന്നും ഇല്ലാതെ വൃത്തിയായിട്ടാണ് ഫയൽ ചെയ്യുന്നത് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് കേസിന്റെ പ്രോപ്പറായിട്ടുള്ള സെറ്റിൽമെന്റിന് കൂടി സഹായിക്കാൻ ഒരു കാരണമായി തീരും. മീഡിയേഷൻ, കോംപ്രമൈസ് പെറ്റീഷൻ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് സെറ്റിൽമെന്റ്. മീഡിയേഷൻ എന്ന് പറയുന്നത് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സെറ്റിൽമെന്റ് മെത്തേഡ്. അത് കോടതിക്കകത്ത് കോടതി തന്നെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ, അവർ അഭിഭാഷകരായിരിക്കും സാധാരണ. ഈ മീഡിയേറ്റർ മുഖാന്തരമാണ് ഈ സെറ്റിൽമെന്റ് സംസാരിക്കുന്നത്. അതിനകത്ത് നമ്മളും നമ്മുടെ അഡ്വക്കേറ്റും എതിർഭാഗം വക്കീലും എതിർ കക്ഷിയും എല്ലാവരും ഒരുപോലെ പങ്കെടുത്ത് തന്നെയാണ് ഈ മീഡിയേഷന് ശ്രമിക്കുന്നത്. മീഡിയേഷനിൽ ഒരു രാജ്യഹർജി തയ്യാറാക്കി അത് ഇരുകൂട്ടരും ഒപ്പിടാൻ റെഡിയായി കഴിഞ്ഞാൽ ആ രാജ്യഹർജി ഈ രണ്ട് കക്ഷികൾ ഒപ്പിടുകയും രണ്ട് കക്ഷികളുടെ അഭിഭാഷകർ ഒപ്പിടുകയും ചെയ്തു കഴിഞ്ഞ ശേഷം അത് കോടതിയുടെ സിഗ്നേച്ചറിന് വേണ്ടി അയക്കുകയാണ്. പിന്നീട് അത് കോടതി ഉത്തരവായി മാറുകയാണ് ചെയ്യുന്നത്. ഈ രാജ്യഹർജി തന്നെയാണ് കോടതി ഉത്തരവായി മാറുന്നത്. സോ ഇങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് കോടതി മുഖാന്തരം ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, എപ്പോഴും സെറ്റിൽമെന്റ് ഒരു മീഡിയേഷൻ വഴിയോ കോംപ്രമൈസ് പെറ്റീഷൻ വഴിയോ കോടതി മുഖാന്തരം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം അതും മറ്റു പല രീതിയിലുള്ള ഫർദർ കോംപ്ലിക്കേഷൻസിനും, അതായത് കോടതിക്ക് പുറത്ത് ഒരു എഗ്രിമെന്റ് എഴുതുക, സാക്ഷികൾ വെച്ച് എഴുതുക എന്നതുപോലെ വീണ്ടും അത് മറ്റ് കൂടുതൽ കേസുകളിലേക്ക് പോകാനും കേസ് വീണ്ടും നീണ്ടുപോകാനും കാരണമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പം പ്രധാനമായും ഒരു കേസ് സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക.